സ്നേഹബന്ധം കുടുംബ ബന്ധം കൂടി നിങ്ങൾ ഭയപ്പെടണമേ, ഭയപ്പെടണമേ മാനവ സമൂഹമേ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഖുർആൻ. ഇവിടെ നമ്മൾ തോറ്റുപോയി, മിണ്ടാത്തവന്മാരെല്ലാം വന്ന് നിസ്കരിക്കാൻ വരും, പരസ്പരം കണ്ടാൽ മിണ്ടൂല. രണ്ട് പള്ളിക്ക് രണ്ട് ഗേറ്റ് വെച്ചിരിക്കുന്ന അതാ, മിണ്ടുന്ന ഒരു ഗേറ്റിൽ കൂടെ, മിണ്ടാത്ത അടുത്ത ഗേറ്റിൽ കൂടെ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുന്നു വൽ അർഹാം, വൽ അർഹാം, കുടുംബ ബന്ധം കൂടെ നിങ്ങൾ ഒന്ന് ഭയപ്പെടണമേ. അതും കൂടെ ഉണ്ടെങ്കിൽ ആ സാഹോദര്യ ബന്ധം, പാരസ്പര്യ ബന്ധം, ഇതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹയെ പേടിക്കണമെങ്കിൽ, ആ പേടി പൂർത്തിയാകണമെങ്കിൽ, ആ തഖ്വ ഉണ്ടാക്കണമെങ്കിൽ ഇതും കൂടെ ഉണ്ടായിരിക്കണം. ഇതിനാണ് റമദാൻ മാസമാകുമ്പോൾ നമ്മൾ കൂടുതൽ കിറ്റ് വിതരണം ചെയ്യുകയും എല്ലാവരെ പോയി കണ്ട് മുസാഫാത്ത് ചെയ്യുകയും മിണ്ടാത്തവരും ഉരിയാടാത്തവരുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും ചെയ്യുന്നതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന മാസം റമദാനാണ്, അല്ലേ? റമദാൻ മാസമാകുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് മുസാഫാത്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഹദിയ കൊണ്ട് കൊടുക്കുക, സമ്മാനം കൊടുക്കുക, ഉടുപ്പും മുണ്ടും തുണിയൊക്കെ മേടിച്ചു കൊടുക്കുക, ആഹാരങ്ങളോ അവർക്ക് കഞ്ഞി വെക്കാനുള്ള അരിയോ മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ റമദാൻ മാസമാകുമ്പോഴാണ്. കാരണം എന്താ? റമദാൻ ആവുമ്പോൾ ഇവരുടെയൊക്കെ ഹൃദയം ഒന്ന് അലിയും. ബാക്കിയുള്ള സമയം പോലെയല്ല, പിരിവുകാര് കൂടുന്ന മാസമാണ് റമദാനിന്റെ മാസം. കാരണം എന്താ? ഏത് കൊടുക്കാത്തവന് റമദാൻ മാസമാകുമ്പോ എന്നാ ഒന്ന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു കൊടുക്കും. ഏത് നമസ്കരിക്കാത്തവനും റമദാൻ ആവുമ്പോൾ നമസ്കരിക്കാൻ തയ്യാറാകും. ഏത് സക്കാത്ത് കൊടുക്കാത്തവനും റമദാനിന്റെ മാസമാകുമ്പോൾ ഈ കണക്കുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകും. ഏത് ഹറാമ് ചെയ്യുന്നവനും റമദാൻ മാസമാകുമ്പോൾ ആ ഹറാമിൽ നിന്ന് ലീവ് എടുക്കും, അല്ലേ? ശരിയല്ലേ? വെള്ളം അടിക്കുന്നവൻ ബിവറേജസ് കോർപ്പറേഷനിൽ നിങ്ങൾ കണക്ക് നോക്കിക്കോളി, പോയി ചോദിച്ചോളി. ഷഅബാൻ മാസത്തിലെ കണക്കും റമദാൻ മാസത്തിലെ കണക്കും അവിടെ ഇരിക്കുന്നവരുമായിട്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് ബന്ധപ്പെട്ട് നോക്കി. ഓരോ മുസ്ലിം കേന്ദ്രങ്ങളിലെ ബിവറേജസ് കോർപ്പറേഷനിൽ നിങ്ങൾ പോയിട്ടൊന്ന് കണക്ക് ചോദിക്കും. ഷഅബാൻ മാസത്തിലെ കണക്കും റമദാൻ മാസത്തിലെ കണക്കും അതേപോലെ പെരുന്നാളിന്റെ വൈകിട്ടുള്ള കണക്കും ഒന്ന് ചോദിച്ചു നോക്കി. വേരിയേഷൻ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെ. 27 കഴിയണം. അവ ബിവറേജസ് ഇരിക്കുന്നവരെന്ന് പറയാ, 27 കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാശ് കിട്ടുള്ളൂ. 27-ാം രാവ് കഴിയണം. 27-ന്റെ അന്ന് പള്ളിയിൽ വന്ന് ഒരു തൗബ ചെയ്ത് എല്ലാവരും കണ്ണൊക്കെ അടച്ച് ലൈറ്റൊക്കെ അടച്ച് ദുആക്കെ ചെയ്തിട്ട് തിരിച്ചു പോയാൽ ഇവൻ കരുതുന്നത് എന്താ? ഇനി അടുത്ത വർഷം വരെ എന്റെ പാവം എല്ലാം മാറി, അതുകൊണ്ട് എനിക്ക് ഉഷാറായിട്ട് എനിക്ക് പുതിയ പുതിയ ബ്രാൻഡുകൾ കുടിച്ചു എനിക്ക് സന്തോഷിക്കാന്നുള്ള നിയത്തോടു കൂടിയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. പടിവാതിൽക്കൽ 27-ാം രാവിന്റെ അന്ന് അങ്ങനല്ലേ? 27-ാം രാവ് കഴിഞ്ഞാൽ അവിടെ കണക്ക് കൂടും, വേരിയേഷൻ. റമദാൻ തുടക്കം മുതൽ 27 വരെ വലിയ ഡിമ്മാണത്. ഏതെങ്കിലും ഒരു പടം റിലീസാക്കാൻ ആഗ്രഹിച്ചാൽ റമദാൻ മാസത്തെ റിലീസാക്കൂല. കാരണം എന്താ? കാക്കാമാർ അത് കാണൂല, ഉറപ്പാണെന്നറിയാം. അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞിട്ട് ഈദ് സ്പെഷ്യൽ റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഒരു റിലീസ് പടം വന്നാൽ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണി നെയ്ച്ചോറ് പഠിച്ചിട്ട് ആ പുത്തനുടുപ്പ് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് അതേ വസ്ത്രം ഇട്ടുകൊണ്ട് നേരെ പൊണ്ടാട്ടിയും വിളിച്ചോണ്ട് പോകും തിയേറ്ററിലേക്ക്. പെരുന്നാൾ ആഘോഷം. കോളേജിനകത്ത് വലിയ വലിയ വണ്ടിയിലും പോകും. ആയത്തെക്കുറിച്ച് ഫ്രണ്ട് ഇട്ടേക്കും, ആയത്തെക്കുറിച്ച് കാറിനകത്ത്. അത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അവിടെ ഇടും. ആയത്തെക്കുറിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും, ബർക്കത്ത് കിട്ടാൻ വേണ്ടി വരുന്നവരെ. വാഹനത്തിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ബോർഡ് എഴുതിയാനകത്ത് ഒട്ടിച്ചിരിക്കും, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. ഇതും കൊണ്ടാണ് നേരെ കൊണ്ട് ട്രെയിൻ കാണാൻ കയറുന്നത്, ബോംബെ കാണാൻ കയറുന്നത്. പരിശുദ്ധ അള്ളാഹുവിന്റെ ആയത്തുകൾ ഇപ്പൊ പുതിയൊരു സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും. ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിട്ട് കിട്ടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. അപ്പൊ ഇത് എഴുതിയിട്ട് നേരെ കൊണ്ടുപോയിരുന്ന എവിടെ? തിയേറ്ററിനകത്ത് അല്ലെങ്കിൽ ബിവറേജസിന്റെ ഫ്രണ്ടില്. ഇസ്ലാമിന് നാണക്കേട് ഉണ്ടാക്കുകയല്ലേ ഈ നാമങ്ങളൊക്കെ എഴുതി ഉച്ചരിച്ചിട്ട്? പർദ ഇട്ടുകൊണ്ട് എത്ര പെണ്ണുങ്ങളാണ് കൊല്ലം തിയേറ്ററുകളിൽ വരുന്നത്, പർദ ഇട്ടുകൊണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവസാനത്തെ ഷോ, സെക്കൻഡ് ഷോ അല്ലയോ? അവസാനത്തെ ഷോയ്ക്ക് പറയുക സെക്കൻഡ് ഷോ, ലാസ്റ്റ്. അപ്പൊ ആരും കാണൂലല്ലോ, എല്ലാരും പർദ ഇട്ടുകൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വണ്ടി അടക്കം ആയത്തെക്കുറിച്ച് നാടിക്കൊണ്ടിരിക്കും.
ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന് നാണക്കേട് ഉണ്ടാക്കുന്നു. ഇവര് പോയി നമസ്കരിക്കുന്നു. വല്ലാഹി സത്യം, ഇവർ മുനാഫിക്കീങ്ങളാണ്. ഈ നമസ്കാരം അല്ലാഹ് എന്തിന്? അതാ അല്ലാഹ് പറയുന്നത്. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം. തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്റെ മുന്നിൽ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറുമെന്ന് അല്ലാഹു നമുക്ക് അടിവരയിട്ട് പറയുന്നു. വേറെ ഒരു കാര്യത്തിലൂടെ നമുക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമസ്കാരത്തിൽ നമുക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും വാദിക്കാൻ പറ്റുമോ? നമസ്കാരത്തിലൂടെ നമുക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. തഖ്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം. നമസ്കാരത്തിലൂടെ തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ പള്ളികൾ കൊണ്ട് നിറയുമായിരുന്നു, സഫുകളിൽ അണിനിരക്കുമായിരുന്നു. എത്രയെത്ര ചെറുപ്പക്കാരായ സഹോദരങ്ങൾ, എത്രയെത്ര ചെറുപ്പക്കാരികളായ സഹോദരിമാർ അവരുടെ വീടുകളിൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ സിനിമാ തിയേറ്ററിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അശ്ലീലങ്ങളും കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുമക്കളെ അടക്കം മടിയിലെടുത്ത് വെച്ച് ഭക്ഷണം വാരിക്കൊടുക്കുക, സിനിമ സീരിയൽ കണ്ട് രസിക്കുകയും ചെയ്യുന്ന നാണം കെട്ട ഗതികേട് ഇന്ന് മുസ്ലിം കുടുംബത്തിൽ ഇവിടെ ഇന്ന് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ, മുസ്ലിം ചെറുപ്പക്കാർ പള്ളികളുടെ കവലകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേവലം 2-3 എക്സ്പയർ കിളവന്മാരെയും വെച്ചിട്ട് പള്ളിയിലെ ഇമാമ നമസ്കരിക്കുകയാ. ചുറുചുറുക്കുള്ള ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരെല്ലാം പള്ളിയുടെ മുന്നിൽ കവലയിൽ 250 മൊബൈലുമായി അവിടുത്തെ റിസർച്ചുമായി ഓരോ പെണ്ണിന്റെ അംഗലാവണ്യവും വിളമ്പിക്കൊണ്ട് അവിടുത്തെ ചർച്ച, ഇവിടുത്തെ ചർച്ച, അവിടുത്തെ ഇവിടുത്തെ നെറ്റ് എല്ലാം കൂടെ വരച്ച് അങ്ങനെ പള്ളിയുടെ കവലയിൽ ഇരിക്കുക. പള്ളിക്കകത്ത് മൂക്കി പഞ്ഞി വെക്കാറായ 2-3 കിളവന്മാര് മാത്രം. എന്നാ പള്ളി അങ്ങനല്ലേ? ചെറുപ്പക്കാർക്ക് സ്ഥാനമുണ്ടോ? പള്ളിയുമായിട്ട് ബന്ധമുണ്ടോ? എന്താ ഇതിന്റെ ഒക്കെ പിന്നില്? തഖ്വ എന്ന് പറയുന്ന സാധനമില്ല. തഖ്വ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാഹയെ പേടിയില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. അല്ലാഹയെ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇവർ ചെയ്യുമായിരുന്നില്ല. കേവലം മുസ്ലിം എന്ന ഒരു പേര് എന്റെ വാപ്പായും ഉപ്പപ്പായും ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാനും മുസ്ലിമായി മാറി എന്നല്ലാതെ അല്ലാഹ് ആരാണ്, റസൂൽ ആരാണ്, ഖുർആൻ എന്താ, ഹദീസ് എന്താ, ദീൻ എന്താ, ഖബർ എന്താ, ഇസ്രായേൽ ആരാ, മലക്കുൽ മൗത്ത് എന്താ, ഇതൊന്നും എനിക്കറിയില്ല. പണ്ടുപോലെ എന്റെ വാപ്പ ജുമാഅത്ത് നിസ്കരിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. പണ്ടുപോലെ എന്റെ വാപ്പ 5 വഖ്ത് നിസ്കരിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. പണ്ട് മുതൽ എന്റെ വാപ്പ ലോട്ടറി എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു. അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ഞാനും ലോട്ടറി എടുക്കുന്നു, പോക്കറ്റിൽ വെക്കുന്നു, പോയി നിസ്കരിക്കുന്നു. ആ പാരമ്പര്യം ഇവിടെ അല്ലാഹയെ പേടിയുള്ള ലോട്ടറി എടുത്തോണ്ട് പള്ളിയിൽ പോകും. സുബൈ നമസ്കാരം കഴിഞ്ഞ് തൊപ്പിയും വെച്ചിട്ട് ചായ കുടിച്ചിട്ട്, സുബൈ നമസ്കാരം കഴിഞ്ഞ് ചായക്കടലിൽ ചായയും കുടിച്ച് കേക്ക് നിന്നിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു പത്രക്കാരനെ വിളിച്ചിട്ട് ആദ്യം മോനെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും എന്തൊക്കെ വാർത്ത നോക്കാനായിരിക്കും. അവസാനത്തെ പേജ് എടുത്ത് വെച്ചിട്ട് പോക്കറ്റിരിക്കുന്ന സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ തുലനം ചെയ്ത് നോക്കും. ആര്? സുബൈ നമസ്കാരത്തിൽ 1-ാമത്തെ സഫയിൽ എന്താ സുബൈ നോക്കാം. ഇനി 10 ലക്ഷം അടിച്ചെന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് സന്തോഷമായിരിക്കും. ആ പൈസ കൊണ്ടല്ലേ തന്നെ മക്കൾക്ക് കൊടുക്കുക, ആ പൈസ കൊണ്ടല്ലേ ഉസ്താദന്മാർക്ക് ഹദിയ കൊടുക്കുക, ആ പൈസ കൊണ്ടല്ലേ മറ്റെന്തെങ്കിലും സദഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നമസ്കാരത്തിന് കുറവുണ്ടോ? ഒരു കുറവുമില്ല. ലോട്ടറി എടുക്കുമ്പോഴേ നിയത്ത് ചെയ്തേക്കും, പടച്ചവനെ റബ്ബേ അല്ലാഹു അടിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ കാണിക്ക വഞ്ചിക്ക് പെയിന്റ് ഞാൻ അടിച്ചു കൊടുത്തേക്കാൻ പടച്ച തമ്പുരാനെ. ലോട്ടറി എടുക്കുമ്പോഴേ നിയത്ത് ചെയ്യും. അതങ്ങാനല്ല പൊട്ടക്കണ്ണ മാവ് അറിഞ്ഞ പോലെ അടിച്ചാൽ അയാൾ ആ പൈസയും കൊണ്ടുവരും. കമ്മിറ്റിക്കാർ നോക്കിയിരിക്കുക, പെട്ടെന്ന് കാശ് അത് എവിടുന്ന് വന്നാലും അവർക്കത് പ്രശ്നമില്ല. കാശിഞ്ഞ് വരട്ടെ. ഇവിടെ കാശില്ലാതെ ഇവിടെ കുറെ നാളെ പെയിന്റ് അടിക്കാതെ കിടക്കുക, നീ കാശ് കൊണ്ടുപോവാ, നീ എവിടുന്ന് കൊണ്ടുപോകും, നമുക്ക് എന്തുകൊണ്ട് നമുക്ക് പ്രശ്നം അതാണ്. തഖ്വയില്ല. തഖ്വയുള്ളവനായിരുന്നുവെങ്കിൽ സ്വന്തം അയൽപക്ക ബന്ധം അവൻ സുദൃഢമാക്കുമായിരുന്നു. സുഹൃത്തിനെ കാണുമ്പോൾ സലാം ചൊല്ലുമായിരുന്നു, കൂട്ടുകാരനെ കാണുമ്പോൾ കൈ കൊടുക്കുമായിരുന്നു, കൊച്ചാപ്പടെ മൂത്താപ്പടെ മക്കളെ കാണുമ്പോൾ അവന്റെ ബന്ധം അവൻ രൂഢമൂലമാക്കുമായിരുന്നു. ഇതൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പില്ല. പരസ്പരം കൊഞ്ഞണം കുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും, ഒരുത്തൻ മൈക്ക് വെച്ചിട്ടുമ്പോൾ അടുത്തവൻ എന്റെ പിന്നിൽ മൈക്ക് വെച്ചിട്ട്, ഒരുത്തൻ നോട്ടീസ് ഇറക്കുമ്പോൾ അടുത്തവനെതിരെ നോട്ടീസ് ഇറക്കുക, ഒരുത്തൻ പരിഹസിക്കുമ്പോൾ അതിനെതിരെ ഒരുത്തൻ പരിഹസിക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശൈലി. ഇത് തഖ്വ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. അതുകൊണ്ട് അല്ലാഹ് പറയുന്ന ആ ബന്ധം കൂടെ നിങ്ങളൊന്ന് പേടിയിരേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുറദുൽ അഅമാലു ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം, 2 ദിവസമായി 2 പ്രാവശ്യം അല്ലാഹുവിന്റെ ദർബാറിൽ ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾ, അവൻ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ കാണിക്കപ്പെടുമത്രേ.
നമ്മുടെ അമലുകളൊക്കെ എല്ലാ ആഴ്ചയിലും 2 ദിവസം അള്ളാഹ് എടുക്കുക. ഇത് അബൂബക്കറിന്റെ പണി, ഇത് അബൂബക്കർ ചെയ്തത്, ഇത് ഇന്നാള് ചെയ്തത്, ഇത് ഇന്നാള് ചെയ്തത്, ഇത് ഇന്നാള് ചെയ്തത്, ഇത് ഇന്നാള് അള്ളാഹ് കാണിച്ചു കൊടുക്കും. അള്ളാഹിന്റെ അടുക്കൽ മലക്കൾ കാണിച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം അള്ളാഹുവിന്റെ ദർബാറിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കും അത്രേ. എല്ലാ അടിമകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ ബൈനഹു വബൈന അഖീഹി ശഹനാ. പരസ്പരം ബന്ധം വിച്ഛേദിക്കുകയും പരസ്പരം കൊഞ്ഞണം കുത്തുകയും പരസ്പരം കരിവാരി തേക്കുകയും പരസ്പരം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന 2 മുസ്ലിം സഹോദരന്മാരുടെ ഫൈലുകൾ അള്ളാന്റെ ദർബാറിൽ കാണിക്കുകയില്ല. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. അതിനാണ് ഈ തിങ്കളും വ്യാഴം നോമ്പ് പിടിക്കാൻ പറയുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ ഫൈലുകൾ അള്ളാഹിന്റെ അടുക്കൽ കാണിക്കണ്ട. ഇന്നവൻ ചെയ്യുന്ന ജോലി ഇതാണ്. ചെറിയ ചെറിയ പാവങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? ആ പുറത്ത് കൊടുത്തേരെ മലക്കളെ, അവനെ ഒന്നും ചെയ്യണ്ട, വിട്ടേരെ. അള്ളാഹ് എത്ര കാരുണ്യവാനാണ്. ഓരോ അടിമയ്ക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും അത്രേ. പക്ഷേ ഒരു കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല. ഇല്ലാ ബിദൻ ബൈനഹു വബൈന അഖീഹി ശഹനാ. ഒരു സഹോദരൻ തന്റെ സഹോദരനുമായി, ഒരു ജ്യേഷ്ഠൻ തന്റെ അനുജനുമായി, ഒരു മൂത്താപ്പ തന്റെ കൊച്ചാപ്പയുമായി അവരുടെ കുടുംബ ബന്ധത്തിൽ അവർ വിച്ഛേദിച്ചു കഴിയുന്നവരാണെങ്കിൽ, സംസാരിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ കഴിയുന്നവരാണെങ്കിൽ, ഫയുഖാലു ലഹു, മലക്കിനോട് പറയപ്പെടുമത്രേ, ഉത്റുകൂ ഹാദൈൻ ഹത്താ യസ്തലിഹാ. ഇവരുടെ 2 പേരുടെ ഫയൽ മാറ്റിയേരെ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇവരുടെ 2 പേരുടെ ഫയലും ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങോട്ട് മാറ്റ്. കാരണം എന്താ? ഇവർ 2 പേരും മുസാഫഹത്ത് ചെയ്യുന്നത് വരെ, ഇവർ 2 പേരും സംസാരിക്കുന്നത് വരെ, ഇവർ 2 പേരും പുഞ്ചിരിക്കുന്നത് വരെ, ഇവർ 2 പേരും നല്ല വർത്തമാനം പറയുന്നത് വരെ, പരസ്പരം കണ്ടുകൊണ്ട് സന്തോഷത്തോടൊരു വാക്ക് പറയുന്നത് വരെ ഇവരുടെ 2 പേരുടെ ഫയലും എന്റെ മുന്നിൽ കാണിക്കണ്ട എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയും. അതേ അവസ്ഥയിൽ അവരെങ്ങാനും മരിച്ചുപോയാൽ മിണ്ടാതെ അവരുടെ ബന്ധം രൂഢമൂലമാക്കാതെ അവർ സഹകരിക്കാത്ത അവസ്ഥയിലാണ്, ദുർവാശയുടെ പേരിൽ, ഈഗോയുടെ പേരിൽ ആരെങ്കിലും സംസാരിക്കാതെ മരണപ്പെട്ടു പോയെങ്കിൽ അവർക്ക് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുകയില്ല. അവരുടെ ഫയൽ അള്ളാഹുടെ അടുക്കൽ സ്വീകരിക്കൂലല്ലോ, പിന്നെ അങ്ങനെ അള്ളാഹ് മാപ്പ് ചെയ്ത് കൊടുക്കും. ഈഗോ, അവനെ കണ്ട അങ്ങനെ ഞാൻ മിണ്ട, അവനെ കണ്ട ഞങ്ങളെ സംസാരിക്കാം. അവൻ എന്റെ ഗ്രൂപ്പുകാരനല്ലോ, അവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അത് വെച്ചല്ലേ, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ആണോ ഇങ്ങനത്തെ, അവൻ എന്റെ വേലി അങ്ങോട്ട് കയറ്റി കെട്ടിയവനാണല്ലോ, അവന്റെ കോഴി ഇങ്ങോട്ട് കയറി, അവനെ ഞാൻ ഒന്ന് എറിഞ്ഞു ചത്തുപോയി, അതിന്റെ പേരിൽ അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളായിട്ട് മിണ്ടാതെ കഴിയും. എന്നിട്ട് നമുക്ക് നിസ്കാരത്തിനുള്ള കുറവുണ്ടോ? വല്ല കുറവുണ്ടോ? മിണ്ടാത്തവനും നിസ്കരിക്കും, മിണ്ടാൻ പോയിട്ട് അവനെ അടിച്ചു പൊടിക്കും, അവന് നിസ്കരിക്കും. എല്ലാവരും നിസ്കാരത്തിനും ഇബാദത്തിനും ഒന്നും ഒരു കുറവില്ല. പക്ഷെ അള്ളാഹു പറയുന്നു, മോനെ നീ ഈ നമസ്കാരവും ഇബാദത്തും ഒക്കെ ചെയ്യുന്നത് എൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടാനാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ സുദൃഢമാക്കാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര തലകുത്തി വീട് നിസ്കരിച്ചിട്ടും എത്ര തൗബ ചെയ്തിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും പുണ്യമില്ല.